ഓസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് 100 ലിറ്ററിൻ്റെ ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വൈദ്യുതി ഇല്ലാതെ ചൂടുവെള്ളം ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ വീടുകളിൽ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം. ടാങ്ക് ഉയർത്താതെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റാണ് ഇന്നിവിടെ സീറോ ആംഗിൾ എന്ന് പറഞ്ഞ vguardൻ്റെ പുതിയ മോഡലാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ഇൻസ്റ്റാളേഷനിലോട്ടൊന്ന് വിശദമായിട്ട് പോവാം. ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ടാങ്കും ട്യൂബ്സുമാണ്. vguardൻ്റെ ഇന്നത്തെ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ 100 ലിറ്ററിൻ്റെ ടാങ്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 100 ലിറ്റർ കപ്പാസിറ്റിയുടെ ടോട്ടൽ മോഡലിൽ ഇന്നർ ടാങ്ക് SS-ഉം ഔട്ടർ ടാങ്ക് പൗഡർ കോട്ടഡുമാണ് vguardൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡ് ഗ്രേഡ് മെറ്റീരിയലായ ഇന്നർ ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് ഈ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന വെള്ളം കുക്കിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കാം. ഇതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ യൂണിറ്റാണ്. സ്ട്രക്ചർ യൂണിറ്റ് എല്ലാം തന്നെ GI മെറ്റീരിയൽസാണ് vguard പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയോടെ ഫിനിഷിങ്ങോടെ കൂടെ തന്നെയാണ് കമ്പനി സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം എല്ലാ മോഡൽസും കമ്പനി മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ അവരുടെ എംബ്ലവും നല്ല ഭംഗിയുള്ള രീതിയിൽ അവർ ടാങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷനിൽ ആദ്യമായി തന്നെ നമ്മൾ ഫിറ്റിങ്സ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഫിറ്റിങ്സ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വാട്ടർ ടാങ്ക് സ്ട്രക്ചറിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമാണ് എല്ലാ ട്യൂബ്സും നമ്മളതിൻ്റെ ഹോളിൽ വാഷർ ഉപയോഗിച്ച് ഘടിപ്പിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് vguardൻ്റെ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർവീസ് തന്നെയാണ്. വിത്തിൻ 48 ഹവേഴ്സ് vguard ജില്ല മുഴുവൻ, അതായത് കേരളത്തിലെ 14 ജില്ലകളിലും വളരെയധികം ക്വാളിറ്റിയോടുകൂടെ തന്നെ അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 100 ലിറ്ററിൻ്റെ ടാങ്കിൽ നിന്ന് നമുക്ക് 2-3 ബാത്റൂമിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലോട്ടും നമുക്ക് പ്ലംബിംഗ് പോയിൻ്റ് എടുക്കാവുന്നതാണ്. പ്ലംബിങ്ങിൻ്റെ എല്ലാ ഫിറ്റിങ്സും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ സോളാർ വാട്ടർ ഹീറ്റിംഗ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ നമ്മളിത് ഓഫ് ചെയ്ത് ഇടുന്ന സമയത്ത് ഇതിന് ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിത് കാർബൺ ബോക്സോ അല്ലെങ്കിൽ PVC മെറ്റീരിയൽസോ ഉപയോഗിച്ച് ഇതിൻ്റെ ട്യൂബ്സ് എല്ലാം തന്നെ മൂടി വെക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഈ പ്ലംബിംഗ് ജോലി ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ട്യൂബ്സ് ഫിറ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ പ്ലംബിംഗ് സൈഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ വാട്ടർ ഹീറ്റിംഗ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇതിൻ്റെ ലീക്കേജാണ്. ഇന്ന് കൊടുക്കുമ്പോഴും ഔട്ട് കൊടുക്കുമ്പോഴും നല്ല രീതിയിൽ ടെഫ്ലോൺ ടാപ്പ് അടിച്ചുകൊണ്ട് ലീക്കേജ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയ ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ഈ സോളാർ വാട്ടർ ഹീറ്റിംഗ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ടാങ്കിൽ നിന്നും നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഇന്നെടുക്കാവുന്നതാണ്. T-ജംഗ്ഷൻ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു നോൺ റിട്ടേൺ വാൽവും കൂടെ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ റിട്ടേൺ ഫ്ലോ വഴി നമുക്ക് പിന്നീട് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ചൂട് കുറയാനൊക്കെ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ചൂട് കുറയാനൊക്കെ ഈ നോൺ റിട്ടേൺ വാൽവ് ഇല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം വരാൻ പിന്നീട് ചാൻസ് ഉണ്ട്. നമ്മുടെ ഇൻലെറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് അതിൻ്റെ മെയിൻ വാൽവാണ്. നമുക്ക് വെള്ളം ഓൺ ആക്കണമെങ്കിലും ഓഫ് ആക്കണമെങ്കിലും നമുക്ക് ആ വാൽവ് യൂസ് ചെയ്താൽ മതി. ഒരു നോൺ റിട്ടേൺ വാൽവ് വഴി തന്നെയാണ് നമ്മൾ ഇൻലെറ്റ് ടാങ്കിലോട്ട് കൊടുത്തിട്ടുള്ളത്. ട്യൂബ്സും നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് വെള്ളം ഓൺ ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മുടെ ട്യൂബ്സും കാര്യങ്ങളെല്ലാം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട് പൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CPVC മെറ്റീരിയൽസാണ് ചൂടുവെള്ളം പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആക്കി നമ്മൾ ആദ്യം ഇതിൻ്റെ ലീക്കേജും കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻലെറ്റ് കൊടുത്ത് വെള്ളമെല്ലാം ടെസ്റ്റ് ചെയ്ത് ലീക്കേജും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൈഫ് ലോങ് ഇവർക്ക് നല്ല ചൂടുവെള്ളം വൈദ്യുതിയുടെ സഹായമില്ലാതെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. vguardൻ്റെയും അതല്ലാത്ത മറ്റ് മേജർ കമ്പനികളുടെയും വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിനും സോളാറിൻ്റെ എൻക്വയറീസിനും ഞങ്ങളുടെ കമ്പനി നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.